കേരളത്തിന്റെ ഇരുണ്ട ചരിത്രത്തിൽ മന്ത്രവാദവും ഭീതിയും ഇഴചേർന്ന ഒരു വന്യമായ മിത്ത് ഒടിയൻ. രാത്രികാലങ്ങളിൽ ഗ്രാമങ്ങളിലെ കരിമ്പനക്കാടുകൾക്കിടയിലൂടെ സഞ്ചരിക്കുന്ന ഒടിയൻ വെറുമൊരു ശത്രു മാത്രമല്ല, മറിച്ച് പ്രകൃതിയുടെ നിയമങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന ഒരു രൂപമാറ്റക്കാരൻ കൂടിയാണ്. രാത്രികാലങ്ങളിൽ പിള്ളത്തൈലം ചെവിയിൽ തേച്ച് നിമിഷ നേരം കൊണ്ട് മനുഷ്യനിൽ നിന്നും കാളയായും കരിങ്കല്ലായും പട്ടിയായും മാറാൻ ഒടിയന് കഴിയും. രാത്രികാലങ്ങളിൽ വിജനമായ വഴികളിലൂടെ സഞ്ചരിച്ചാൽ ഒരു വിചിത്ര രൂപം കണ്ടാൽ സൂക്ഷിച്ചോളൂ, അത് ഒടിയനാകാം. ഇരുട്ടിന്റെ മറവിൽ നിശബ്ദനായി അവൻ ഇരയുടെ പിന്നിൽ വന്ന് അവന്റെ കഴുത്തിലെ സുഷുമ്ന നാഡികളെ ലക്ഷ്യമാക്കി കൊടുക്കുന്ന ആ ഒരൊറ്റ ഓടി മാത്രം മതി അവന്റെ ജീവിതം കവർന്നെടുക്കാനും. അതുമാത്രമോ, ഒന്ന് നിലവിളിക്കാൻ പോലും സമയം കൊടുക്കാതെ എല്ലുകൾ നുറുങ്ങുന്ന ശബ്ദം മാത്രം ബാക്കിയാക്കി ഒടിയൻ ഇരുട്ടിന്റെ മറവിലേക്ക് പിൻവാങ്ങും. മാത്രമല്ല, പാതിരാത്രിയിൽ വഴിയിൽ കിടക്കുന്ന ഒരു മരത്തടിയോ കല്ലോ പോത്തോ അപ്രത്യക്ഷമായാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ, മരണത്തിന്റെ ദൂതൻ നിങ്ങളെ കടന്നുപോയിരിക്കുന്നുവെന്ന്. ഇന്നും കേരളത്തിലെ ചില പഴയ തറവാടുകളിലും ഉൾനാടുകളിലും നിശബ്ദതയിൽ ഒടിയന്റെ കാലടിയൊച്ച കേൾക്കുന്നുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നുണ്ടത്രേ. ഒരൊറ്റ ഒടി കൊണ്ട് ഇരുട്ടിലേക്ക് ഒടിയൻ പിൻവാങ്ങുന്നത് പോലെ ഇന്നും ആ മിത്ത് ഇനിയും ചുരുളഴിയാത്ത ഒരു മിത്തായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ചുരുളഴിയാത്ത അറിയാക്കഥകൾക്കായി കേൾക്കൂ വിചിത്ര ലോകം ഓൺ ജൂൺ FM 90.8. കേട്ടുകൊണ്ടേയിരിക്കൂ ജൂൺ FM 90.8. കേൾക്കാം, പാടാം, ആഘോഷിക്കാം.